എന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. പ്രദീപ് സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ആദ്യത്തെ ഔട്ട്ലുക്ക് തന്നെ നോക്കാം. ഇന്നിപ്പോൾ ഒരു 25,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ ടെസ്റ്റ് ചെയ്തെങ്കിലും ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ ഇടിവിലേക്ക് വരുന്ന നിഫ്റ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ ഒരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 25,000 എന്നുള്ള ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു നിയർ ടൈമിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നിഫ്റ്റിക്ക് കഴിയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ജാസ്മിൻ, നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് നോക്കുമ്പോഴേക്കും നമുക്ക് സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കാര്യമായിട്ട് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാത്തത് കൊണ്ട് നമുക്കൊരു സസ്റ്റൈനബിൾ അപ്മൂവ് കാണാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ബട്ട് ഇന്നും നാളെയും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 25,000 പോയിന്റ് മുതൽ 25,200. അത് ഐ വുഡ് സേ ഒരു 60% ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട്. സർ, അപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് പ്രധാനമായിട്ടും ട്രേഡിംഗ് നടത്തി വരുന്നത്. 54,565 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൻ്റെ ഈ ഒരു അണ്ടർ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുമെന്നാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? നിയർ ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു സെക്ടറിലൊരു സാധ്യതയുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിൽ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇത് ഒരു വിധത്തിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ആണെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇൻട്രാഡേയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 54,900 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു വളരെ ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 56,000 പോയിന്റിലാണ് കാണുന്നത്. പ്രദീപ് സർ, IT ഇൻഡെക്സിൽ നിന്നും ഇന്ന് ഇൻഫോസിസ് ആണ് 1% കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ ബൈബാക്കിന്റെ കാര്യങ്ങളൊക്കെ തന്നെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഷെയർ ബൈബാക്കിന്റെ സമയത്തുള്ള ഒരു പെർഫോമൻസ് ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ട്രെൻഡ് സൂചിപ്പിക്കുന്നത് 2017 ഇൻഫോസിസിന്റെ ഒരു ഫസ്റ്റ് ബൈബാക്കിൽ ആദ്യത്തെ ഒരു മാസത്തിൽ 7% ഒരു ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു റീബൗണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇൻഫോസിസിന്റെ നിലവിലത്തെ ഈ ഒരു ഷെയർ ബൈബാക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വെരി പോസിറ്റീവ്. ആൻഡ് നമ്മൾ ആക്ച്വലി ഇതേ ഫോറത്തിനും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലസിലും ഒക്കെ നമ്മൾ നിഫ്റ്റി ഇൻഡെക്സിനെ കുറിച്ച് കഴിഞ്ഞ 3-4 ആഴ്ചക്കിടെ സംസാരിച്ചിട്ടുണ്ട്. സോ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ വളരെ മേജർ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇൻഫോസിസിന്റെ കേസിൽ 1,410 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചയിൽ നേരിയ റിക്കവറി കാണാൻ സാധിച്ചത്. ആ ഒരു റിക്കവറിയെ തുടർന്ന് ഇപ്പോൾ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻഫോസിസിന്റെ സ്പെസിഫിക് കേസിൽ 1,540 രൂപ ഇസ് എ വെരി മേജർ റെസിസ്റ്റൻസ്. ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇൻഫോസിസ് ടെസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് നമുക്ക് ഈ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് അത് ഹോൾഡ് ചെയ്യുക. മേജർ സപ്പോർട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 1,770 മുതൽ 1,480 വരെ. ബട്ട് പുതിയൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 1,540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സർ, അതോടൊപ്പം തന്നെ ബാങ്ക് ഇൻഡെക്സിൽ തന്നെ നിഫ്റ്റിയുടെ PSU ബാങ്ക് സൂചിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനേക്കാളും ഔട്ട് പെർഫോമൻസ് നടത്തുന്ന തരത്തിലൊരു മൂവ്മെൻറ്റാണ് 2 ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയുടെ PSU ബാങ്ക് സൂചികയിൽ കാണുന്നത്. ഇന്നും വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എല്ലാ ഓഹരികളും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോണിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി PSU ഇൻഡെക്സിന്റെ കേസ് ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 7,160 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 7,300 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. സോ അല്ല പറഞ്ഞത് വളരെ ശരിയാ. ഒത്തിരി PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്കൊരു ബൈയിങ് ട്രിഗേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത് വളരെ സ്മോൾ PSU ബാങ്ക്സ്, എസ്പെഷ്യലി പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക്, IOB, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്.
പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്ക് പ്രധാനമായിട്ടും ചോദിക്കേണ്ടത് പ്രീമിയർ എക്സ്പ്ലോസീവ്സിനെ കുറിച്ചാണ്. തുടക്കഘട്ടത്തിൽ തന്നെ നല്ലൊരു മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും 2.5% ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഓർഡറാണ് ഈ ഒരു കുതിപ്പിന് കാരണമായിരിക്കുന്നത്. പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ ഒരു ചാർട്ട് പരിശോധിച്ചാൽ ഈ ജൂണിലായിരുന്നു 667 രൂപ എന്നുള്ള ഒരു ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വരുന്ന തുടർച്ചയായിട്ടുള്ള ഓർഡറുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് കുതിക്കുന്നു. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ഇതിന്റെ മൂവ്മെന്റിനെയും തുടർന്നുള്ള മുന്നേറ്റത്തെയും സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ പറഞ്ഞ വളരെ ശരിയാ. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ ഒരു പ്രോബ്ലം കാണാൻ സാധിക്കുന്നത് ഇതിന് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. എങ്കിലും നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 571 ആയിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 520 ഇസ് ദ മേജർ സപ്പോർട്ട് ഏരിയ. ചെറുപ്പം തന്നെ ഇന്നിപ്പോൾ ഒരു മാർക്കറ്റ് ആരംഭിച്ച ഈ ഒരു ഫസ്റ്റ് 45 മിനിറ്റ്സിൽ തന്നെ മികച്ച ഒരു മുന്നേറ്റം നടത്തിയ ഒരു റെയിൽവേ ഓഹരി എന്ന് പറയാൻ സാധിക്കുന്നത് ജുപ്പിറ്റർ വാഗൺസ് ആണ്. ഏകദേശം 6% വരെ ഉയർന്നൊരു സ്ഥിതിയായിരുന്നു. നിലവിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്, അതായത് ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. ജുപ്പിറ്റർ വാഗൺസിന് പുതിയതായിട്ട് ഓർഡർ ലഭിച്ചു എന്നൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു മൂവ്മെൻറ്റ് കണ്ടിരിക്കുന്നത്. ജുപ്പിറ്റർ വാഗൺസ് ലിമിറ്റുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജൂപ്പിറ്റർ വാഗൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഇന്ന് നമുക്കൊരു നേരിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നു. ബട്ട് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ നേട്ടമൊന്നും നിലനിർത്താൻ സാധിച്ചിട്ടില്ല. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ബട്ട് നമുക്ക് ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 2 മേജർ റെസിസ്റ്റൻസസ് അതിൽ ക്രോസ് ചെയ്യേണ്ട. ആദ്യത്തെ 346, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 375. പ്രദീപ് സർ, ഇന്നൊരു 3% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. നിലവിൽ 214 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഫോറത്തിൽ, എസ്പെഷ്യലി മാർക്കറ്റ് പ്ലസിന്റെയും ഓപ്പണിംഗ് അവറിന്റെയും ഒക്കെ ഫോറങ്ങളിൽ ഷിപ്പിംഗ് കോർപ്പറേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ നിലവിലത്തെ ഒരു വ്യൂ എങ്ങനെയാണ്? ഒപ്പം ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു എൻട്രിക്കുള്ള ചാൻസസ് ഉണ്ട്? ജാസ്മിൻ, നമ്മൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം ഇതൊരു ബ്രോഡ് കൺസോൾട്ടേഷൻ ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് 190, 195 റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 230 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു താരിഫ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത്, വൺ ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് ഫാർമയാണ്. ഫാർമയെ സംബന്ധിച്ചിട്ട് പല കമ്പനികൾക്കും ഇപ്പോൾ തിരിച്ചടികൾ നേരിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ബയോകോണിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ട് അപ്ഡേഷൻ എത്തിയിരിക്കുകയാണ്. ന്യൂജേഴ്സിയിലെ ക്രാൻബറിയിൽ കമ്പനിയുടെ യു എസിലെ ആദ്യത്തെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു താരിഫ് അഥവാ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ട ആവശ്യമായ നടപടികളാണ് കമ്പനി ഇപ്പോൾ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. ഓഹരികളിലേക്ക് വരികയാണെങ്കിലും ഇന്നിപ്പോൾ തുടക്കത്തിൽ വളരെ ശക്തമായിട്ട് ഏകദേശം ഒരു 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ട്രേഡിംഗ് ആരംഭിച്ചത് തന്നെ. നിലവിൽ ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും 0.5% നേട്ടത്തിലാണ് തുടരുന്നത്. ബയോകോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബയോകോണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി കാണുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈ ട്രിഗർ ഒന്നും തന്നെ അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് 375 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ. പ്രദീപ് സർ, ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവന്തി ഫീഡ്സ്, അപെക്സ് ഫ്രോസൺ ഷെയർസിനെ പരിശോധിക്കുന്ന സമയത്ത് ഇന്നലെ 17% ഒരു കുതിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സ് തന്നെയാണ് ഇതിനൊരു ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെഗ്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസേൺസ് പൂർണ്ണമായിട്ട് വിട്ടൊഴിയുന്നില്ല. താരിഫിന്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കൈവശം വെച്ചിരിക്കുന്ന എസ്പെഷ്യലി അവന്തി ഫീഡും അപെക്സ് ഫ്രോസനെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? അവന്തി ഫീഡ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഈ സ്റ്റോക്കിൽ ഇൻട്രാഡേയിൽ നോക്കുമ്പോഴേക്കും പല ദിവസങ്ങളിലും ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രേഡിംഗ് സ്റ്റോക്കായിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ ക്ലാസിഫൈ ചെയ്യത്തില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 780 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്.
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. എയ്പെക്സ് ഫ്രോസന്റെ കേസിൽ അഗെയിൻ സെയിം പാറ്റേൺ, കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഒത്തിരി ഇൻട്രാഡേ വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 268 രൂപയിലെ കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സർ, ഒപ്പം തന്നെ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടൊരു കരാർ നേടി എന്ന നിലയിൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ് RVNL എന്ന് പറയുന്നത്. RVNL സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഏകദേശം 0.5% ഒരു നേട്ടത്തിലാണ്, 0.5% ഒരു നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു കൺസോൾട്ടേറ്റഡ് മൂഡിൽ, സൈഡ് വൈസ് മൂഡിലാണ് ഈ ഒരു ഓഹരി എന്നും കാണാം. RVNL തങ്ങളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? RVNLന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ നിലനിർത്തേണ്ട സ്റ്റോപ്പ് ലോസ് 322 രൂപയിലായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ടാർഗറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ലെവൽസ് 350, 355, 360, 373 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. പ്രദീപ് സർ, നമ്മളിപ്പോൾ ഗോൾഡിന്റെ ഒരു പ്രൈസിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തത് ഈ അടുത്താണ്. വീണ്ടും ആ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ തന്നെയാണ് ഗോൾഡിനെ കുറിച്ച് പല അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത്. എസ്പെഷ്യലി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ചാണ്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം കല്യാൺ ജ്വല്ലേഴ്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 495, 505 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 523, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 540, അതിനുശേഷം 560. 560ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, അവസാനമായിട്ട് TCSലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. TCSനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ CLSയുടെ ഭാഗത്തു നിന്നും ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ CLSയുടെ അഭിപ്രായം തന്നെ പരിശോധിക്കാൻ ഒരു പക്ഷേ കമ്പനി നിയർ ടേമിൽ ഒരു ബൈ ബാക്കിന് നടത്തിയേക്കാം എന്നൊരു അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. TCS ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? TCSന്റെ കേസിൽ ഇൻഫോസിസിനെ പോലെ തന്നെ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 2990 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 3170 രൂപയിലാണ് കാണുന്നത്.